രാവിലെ ചപ്പാത്തിയും മുട്ടക്കുറുമയും കഴിച്ചിട്ട് ഞങ്ങൾ എല്ലാവരും റെഡിയായിട്ട് ഇറങ്ങി സദ്യ കഴിക്കാൻ പോകണം. അതിനുള്ളൊരു ഹോട്ടൽ തപ്പി പിടിക്കാനാണ് ഈ പോകുന്നത്. ആദ്യം ഞങ്ങൾ തുഷാര റെസ്റ്റോറൻറ്റിലാണ് പോയത് കേട്ടോ. പക്ഷെ അവിടെ പൂട്ടിയിട്ടിരിക്കുമായിരുന്നു. അങ്ങനെ കറങ്ങി തിരിഞ്ഞ് വരുമ്പോഴാണ് ഇവിടെ ഇത്രയും തിരക്ക് കാണുന്നത്. അവിടെ ഏതാണ്ട് 1 മണിക്കൂറിൽ കൂടുതൽ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അതിനുശേഷം ഞങ്ങൾക്കുള്ള സ്ഥലം കിട്ടി. എനിക്കും നഫമോൾക്കും ഒരേ ഇലയാണ് എടുക്കുന്നത് കേട്ടോ. കാരണം ഞാൻ ഈ സദ്യ കഴിക്കുന്നത് തന്നെ പായസം കുടിക്കാൻ വേണ്ടിയിട്ടാണ്. കുഞ്ഞിലെ പപ്പയുടെ ഫ്രണ്ട് രായമാമൻ്റെ വീട്ടിലായിരുന്നു ഞങ്ങൾ സദ്യ കഴിക്കാൻ പോയിട്ടുള്ള ഒരു ഓർമ്മയുള്ളത്. ഷീലാൻഡി ഉണ്ടാക്കുന്ന പായസം കുടിക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ വെർമിസല്ലി പായസം തീർന്നു എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ കടലപ്പായസമാണ് ഞങ്ങൾ ബോളിയുടെ കൂടെ ആദ്യം കഴിച്ചത്. ഞങ്ങൾ കഴിച്ച് കഴിയാറായപ്പോഴാണ് ഞങ്ങൾക്ക് സെർവ് ചെയ്യുന്ന ചേച്ചിയോട് ഒരാൾ വന്നിട്ട് പറഞ്ഞു വെർമിസല്ലി പായസം റെഡി ആയിട്ടുണ്ട്, അതുകൂടി എടുത്തു കൊടുക്കാനായിട്ട്. അങ്ങനെ വീണ്ടും ആ പായസം എടുത്തിട്ട് വന്ന് വീണ്ടും ബോളിയും തന്നു. അങ്ങനെ കഴിച്ചതാണത്. ഇവിടെ 2 ഇല കണ്ടു, കംപ്ലീറ്റ് ക്ലിയർ ചെയ്തിട്ടുണ്ട്. നല്ല കുട്ടികൾ. ഇതായിരുന്നു ഞങ്ങൾക്ക് വേണ്ടിയിട്ട് സെർവ് ചെയ്ത ആള്. നല്ല സ്നേഹമായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സും നിറഞ്ഞൊരു ഫീലായിരുന്നു. ഇത്രയും മധുരം കഴിച്ചത് പോരാനിട്ട് അടുത്ത ചോക്ലേറ്റും കൂടി മേടിച്ചിട്ട് അവിടെ നിന്ന് ഞങ്ങൾ ഇറങ്ങി. 2-3 പ്ലാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ ബീച്ചിലേക്കാണ് പോയത്. അവിടെ ചെന്ന് കുറച്ച് സമയം ഒന്ന് ഇരുന്നിട്ട് പോവാന്ന് വെച്ചിട്ട് അവിടെ എത്തി. അപ്പോൾ എല്ലാവർക്കും എൻ്റെയും കുടുംബത്തിൻ്റെയും വക ഓണാശംസകൾ നേരുന്നു. എല്ലാവരും ഓണം നല്ല രീതിയിൽ ആഘോഷിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എല്ലാവരും സമാധാനത്തോടെയും സേഫായിട്ടും ഇരിക്കാൻ വേണ്ടിയിട്ടും പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഞങ്ങൾ ഓണപ്പൂക്കളം ഇടുകയും ഓണത്തിൻ്റെതായിട്ടുള്ള ഡ്രസ്സൊക്കെ ഇട്ട് സദ്യ ഉണ്ടാക്കും, അല്ലെങ്കിൽ മേടിച്ചിട്ട് ഞങ്ങൾ വീട്ടിലെല്ലാവരും കൂടി ഒരുമിച്ച് കഴിക്കും. അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷേ ഇത്തവണ അതൊന്നും ചെയ്യാൻ തോന്നിയില്ല. ഇവിടെ വന്നിങ്ങനെ ഇരിക്കുമ്പം എന്താണെന്നില്ലാത്തൊരു സമാധാനം ഫീൽ ചെയ്യാറുണ്ട് മനസ്സിന്. എല്ലാവർക്കും അങ്ങനെ ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല. അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. സാധാരണ ബീച്ചിൽ പോകുമ്പോൾ നമ്മുടെ സ്ഥിരം കാര്യങ്ങളാണ് പൈനാപ്പിൾ ഉപ്പിലിട്ടത് കഴിക്കുക, കോൺ ഐസ്ക്രീം കഴിക്കുക എന്നൊക്കെ ഉള്ളത്. പക്ഷെ അതൊന്നും നടന്നില്ല. മഴയുമായിരുന്നു. മാത്രമല്ല സദ്യ കഴിച്ചിട്ടല്ലായിരുന്നു പോയത്. അതിൻ്റെ ഒരു മത്ത് എല്ലാവർക്കും ഉണ്ടായിരുന്നു. പിന്നെ ചൂട് കപ്പലണ്ടി കണ്ടപ്പോൾ അത് മാത്രം ഒരെണ്ണം മേടിച്ചിട്ട് ജസ്റ്റ് കഴിച്ചു. അത് കഴിഞ്ഞിട്ട് ഞങ്ങളിങ്ങ് തിരിച്ചു. ഞാൻ പറഞ്ഞില്ലേ 2-3 പ്ലാനുകൾ മനസ്സിലുണ്ടായിരുന്നു. പക്ഷേ അവസാനം ഞങ്ങൾ അതൊക്കെ തൽക്കാലം വേണ്ടെന്ന് വെച്ചിട്ട് ഞങ്ങൾ ഇങ്ങ് തിരിച്ചതാണ്. ചിലപ്പോൾ സദ്യ കഴിച്ചതിൻ്റെ ഒരു ഹാങ് ഓവർ ആയിരിക്കാം അല്ലേ. പിന്നെ വരുന്ന വഴിക്ക് ഫർസി ലബനിൽ കയറി അവർക്ക് ചോക്ലേറ്റ് കേക്ക് മേടിച്ചു. എന്നിട്ട് നേരെ വീട്ടിലിങ്ങ് പോകുന്നു. വീട്ടിൽ വന്ന ശേഷമാണ് എല്ലാവരും കൂടി ചോക്ലേറ്റ് കേക്കും ടേസ്റ്റ് ചെയ്തത്. ഞാനും അതിൽ നിന്ന് 1 സ്പൂൺ എടുത്ത് ടേസ്റ്റ് ചെയ്തു. ഭയങ്കര മധുരമായിരുന്നു കേട്ടോ. അങ്ങനെ അവരത് കഴിക്കുന്ന സമയത്തിന് ഞാൻ പോയി ഞങ്ങൾക്കുള്ള ചായ റെഡിയാക്കി. എനിക്ക് പാൽച്ചായയും അച്ചയ്ക്ക് കട്ടൻ ചായ ഇട്ടിട്ട് മേടിച്ചുകൊണ്ട് വന്ന മുറുക്കും എടുത്തിട്ട് കുറച്ച് സമയം പോയി സിറ്റ് ഔട്ടിലിരുന്നു. അതിനുശേഷം പിന്നെ ഞങ്ങൾ രാത്രി ഇരുന്ന് ജനനായകൻ മൂവി ഇരുന്ന് കണ്ടു. അപ്പോൾ ഇന്നത്തെ ദിവസം ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും കമൻറ്റ്സ് ഉണ്ടെങ്കിലും പോസിറ്റീവായിട്ട് തരിക. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. എല്ലാവരും ടേക്ക് കെയർ.